നിങ്ങൾ ആരാ? ഞാൻ എന്ത് ഭാഷ? മലയാള ഭാഷ. അതിലൊരു മാറ്റമില്ലോ. ഇന്നലെ എൻ്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണ്. എൻ്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നിങ്ങൾക്കറിയില്ലേ? അറിയാലോ. അറിയാം. നിങ്ങളെ ഞാൻ പൊന്നുപോലെ വളർത്തി. എൻ്റെ അറിവിലുള്ളതെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചില്ലേ? ഇല്ലേ? എന്തിന് എന്ത് കുന്തത്തിന് പഠിപ്പിച്ചു? ഒരു വെഡിങ് ആനിവേഴ്സറി നിങ്ങളും സാമൂഹ്യ മാഷ്, ഇംഗ്ലീഷ് മാഷ്, ബയോളജി മാഷ്, അറബിക് മാഷ്, ഉറുദു മാഷിന് പോലെ നിങ്ങൾ ഒരു വെഡിങ് ആനിവേഴ്സറി ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്മാനം മേടിച്ചു കൊടുക്കുന്നില്ല. ഇല്ലേ? നീ എന്നാ കൊടുത്ത കഴിഞ്ഞ പ്രാവശ്യം? ഒരു മിക്സി, ഇവള് മാക്സി, ഇതോ നീ എന്തെല്ലാടാ കൊണ്ട് കൊടുത്തിട്ട് അച്ഛൻ ഗൾഫിൽ വന്നിട്ട് എനിക്ക് ഒരു സമ്മാനം, ഒരു ചെടിച്ചട്ടിയെങ്കിലും, ഒരു പൂ തന്നൂടാ, അരങ്ങ് തന്നൂടാ. അച്ഛൻ ലണ്ടനിലല്ലേ ജോലി ചെയ്യുന്നു, ബസ് ഡ്രൈവർ. ഇഷ്ടം പോലെയല്ലേ. ഞാൻ മലയാളം മാഷായതുകൊണ്ടാണ് അവഗണന. കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലീഷ് ടീച്ചർ ആനിവേഴ്സറിക്ക് നീ എന്താ കൊണ്ട് കൊടുത്തത്? കൂളിംഗ് ഗ്ലാസ്. ആ കൂളിംഗ് ഗ്ലാസ് ഇട്ട് ആ ടീച്ചറിനെ നോക്കിയപ്പോൾ ഞാൻ മൊത്തം തണുത്ത് മരവിച്ച് പോയി. അറിയാം, എനിക്ക് ഒരു സമ്മാനം, ഒരു ചെറിയൊരു കപ്പ് സോസ് ഇറങ്ങലും ഒന്നും തന്നില്ല. വായിച്ചാ വളരും, വായിച്ചിട്ടേലും വളയും. നിങ്ങൾ വായിച്ചാലും വളയും. ഈ ഗേറ്റിനടുത്ത് എത്ര സമയമാണ് ഞാൻ നിന്നത്? 6-7 മണി വരെ ഗേറ്റ് എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും കൊണ്ടുതരുന്നു. ഒറ്റ സാധനം. വീട്ടിൽ പോകുമ്പോൾ എന്താ പറയണ്ടത്? ഞാൻ പറഞ്ഞു ഒരുപാട് സാധനം കൊണ്ടുവരുന്നു, ഒന്നും കൊണ്ടുവന്നിട്ട. ഇന്നു മുതൽ ടൈം ടേബിളിൽ മലയാളം എന്ന പീരീഡേ ഇല്ല. അങ്ങനെ സംഭവമില്ല. മാതൃഭാഷാധ്യാപകനാണ് ഞാൻ മലയാളത്തിന്റെ. എന്താണ് ക്ലാസ് പോടാ. എന്താ ഉണ്ണി മാഷേ? എന്താ ഉണ്ണി മാഷേ, എന്താ പ്രശ്നം? എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്റെ മാഷേ, ഇന്നലെ എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതെ അതെ. അതിനെന്താ? ഏതെങ്കിലും ഒരു കുട്ടികൾ ഞാൻ പൊന്നുപോലെ നോക്കുന്ന എന്റെ മക്കളല്ലേ അവര്, ഒരു സമ്മാനം, എന്തെങ്കിലും ഒരു സമ്മാനം ഒരാള് കൊണ്ടു തന്നു. ആരാ പറഞ്ഞ മാഷിന് ഗിഫ്റ്റ് തന്നില്ലാന്ന്? മക്കള് ആ ബോയ്സിന്റെ ബാത്റൂമിൽ പോയി നോക്കിയേ. ഉണ്ണി മാഷ് പ്ലസ് ദമയന്തി ടീച്ചർ എന്ന് പറഞ്ഞ് ലവ് ചിഹ്നം എഴുതി വെച്ചേക്കണ്ടില്ലേ? ചങ്കുക്കുത്ത് നോക്കാൻ പറയാൻ തോന്നിയ ദിവസം കുട്ടി ഇതിക്കുള്ള എന്ത് സമ്മാനോ കിട്ടേണ്ടത്? ഇതെന്താ ടീച്ചർ ഇത്? എനിക്ക് കിട്ടിയതാ. ടീച്ചറിന്റെ വലിയ മനസ്സാണ്. ടീച്ചർക്ക് കിട്ടിയത് നമുക്ക് എല്ലാവർക്കും കൂടി തരാൻ വേണ്ടി കെട്ടിച്ചോന്നുണ്ടെന്നത്. അങ്ങനെയല്ല മാഷ, എന്ത് പറയാനാ? ഇതൊക്കെ കുട്ടികളും ഉണ്ടെന്ന് എന്റെ പിറന്നാളാന്ന് പറഞ്ഞിട്ടേ കുട്ടികളോട് എങ്ങനെയാ വേണ്ടാന്ന് പറയാ? ശരിയാ. എന്തിനാ മക്കളെ ഇതൊക്കെ? എന്റെ മോൾ ഇതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്തായാലും താങ്ക് യു മിസ്. മമ്മി പറഞ്ഞായിരുന്നു ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന ഫോട്ടോ എടുത്തയക്കണം. ഓ, കുട്ടിയുടെ മമ്മി US-ലാണ്. ഇതല്ലേ മോളുടെ ഗിഫ്റ്റ്? ഇത് പിടിച്ചോ, മിസ് കേട്ടോ. അവർക്ക് ഒരു സന്തോഷം, നാട്ടിലില്ലല്ലോ. പിന്നെ സന്തോഷല്ലേ. മമ്മിക്ക് എന്റെ നമ്പറും കൊടുത്തരാ വാട്സാപ്പ്. ഫോട്ടോ കണ്ട വീഡിയോ തന്നെ ആക്കിയേക്കാം. ഹായ്, ഹിലമോളുടെ മമ്മി, ദാ ഗിഫ്റ്റ് കിട്ടിട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ അല്ലേ? എന്താ ടീച്ചറിന്റെ ഒക്കെ ഒരു യോഗം? ഞങ്ങള് മാഷുമാരാണെന്നും പറഞ്ഞ് ഇവിടെ വരണുണ്ട് കുളിച്ചോരി. എന്റെ യോഗം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ ബർത്ത്ഡേ വെക്കേഷൻ സമയത്താ ഗിഫ്റ്റ് പോയിട്ട് ഒരു വിഷു പോലെ ആരും ചെയ്യും. പിള്ളേര് വേറെ വല്ലോ പൊതിഞ്ഞു തരും ടീച്ചറിന്റെ ഭവനത്ത്. നോക്കാം പൊതിഞ്ഞ്. അല്ല, വീട്ടിൽ പോയി നോക്കാം. എക്സ്ക്യൂസ് മീ, മണ്ടോദരി ടീച്ചർ? ഞാനാ. അതെയാ?
ഞാൻ 8ാം ക്ലാസ്സിലെ ബിബീഷിന്റെ മുത്തശ്ശനാണ്. അവന്റെ അമ്മയും അച്ഛനും ഓസ്ട്രേലിയയിലാണ് ഉള്ളത്. ആ ഗിഫ്റ്റ് തരാൻ എന്നെ ഏൽപ്പിച്ചത്. അശ്ശോ, ഇതൊന്നും വേണ്ട. ഹാപ്പി ബർത്ത്ഡേ ടീച്ചറെ. താങ്ക് യു. ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറെ എനിക്ക്. ഇത് മോന്റെ കയ്യിൽ കൊടുത്തു വിട്ടാ മതിയായിരുന്നു. പറഞ്ഞു കേട്ടത് നല്ല സുന്ദരിയാ ടീച്ചർ. ശരി. അപ്പൊ ടീച്ചറുടെ ഈ വെഡിങ് ആനിവേഴ്സറി എപ്പാന്ന്? അതെന്തിനാ? അല്ല, ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ട് ഒരു ആപ്പിൾ ഫോൺ. അയ്യോ, എനിക്ക് വേണ്ട. അല്ല, ഇഷ്ടം കൊണ്ടല്ലേ. ഫോണല്ലേ ടീച്ചറെ ഫോണല്ലേ? എനിക്ക് ആപ്പിളൊന്നും വേണ്ട. ഓറഞ്ചിന്റെ കൊടുക്കുന്ന നല്ല ടീച്ചറെ. വീട്ടിലുണ്ട് ആപ്പിൾ ഫോൺ ഒന്നുണ്ട്. അല്ല, എനിക്ക് ടീച്ചർ വേണ്ട വേണ്ടെന്ന് പറയും, കൊടുത്തോ വാങ്ങിക്കും. അല്ല, കുഴപ്പമില്ല. അവന്റെ കയ്യിൽ കൊടുത്തു വിട്ടാ മതിയായിരുന്നു. വെറുതെ ഇവിടെ അല്ല, ഞാൻ തന്നെ വരാം. അല്ല, ഈ വയസ്സാം കാലത്ത് ഇതിന്റെ കാര്യം ഉണ്ടായില്ലല്ലോ. ഇഷ്ടം കൊണ്ടല്ലേ. പോയിക്കോളാം. ശരി. നല്ല മനുഷ്യനാണ് ട്ടാ. ഇതെന്താണ് ഈ പിള്ളേർക്ക്? ഇതിന്റെ വല്ല കാര്യം പിള്ളേർക്ക് മാത്രമോ കാരണന്മാർക്ക്? വെറുതെ ഇത്ര ദൂരം വരണോ ഈ പ്രായത്തിലല്ലേ? അതാണ്. എന്റെ ദൈവമേ, എല്ലാം കൊണ്ടോക്കും ടീച്ചർ, എല്ലാം കൊണ്ടോക്കും. ഗോൾഡ് ആണെന്ന് തോന്നുന്നു. ഏത് വാച്ചായിരിക്കും? വാച്ച് ഇങ്ങനെ വരില്ലല്ലോ. പാറപ്പൊടിയാണെന്ന് പറഞ്ഞേ. താമസം നടത്തിയ പോലെ ആയി ടീച്ചർ. കേട്ടപ്പോൾ വല്ലാതെ സങ്കടം തുടങ്ങി സാറേ. ഈ മന്മഥൻ്റെ വീട്ടിലെ അവസ്ഥയൊന്നും സാറിന് അറിയാത്തതുകൊണ്ടാണ്. അവർ ഭയങ്കര കഷ്ടത്തിലാണ്. റാണി ഹരിതകർമ്മസേനയെ പോയി കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. മന്മഥൻ ഫുൾ ടൈം വെള്ളത്തില്ല, ഒരു പണിക്കും പോകില്ല. ഇതിപ്പോൾ ഈ ടീച്ചറെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ അപ്പം ഈ സ്കൂളിൽ വരെ വരുന്നില്ല, വീട്ടിലെ മുറിയിൽ അടച്ചിട്ടിരിക്കുക, ഭക്ഷണം പോലും കഴിക്കില്ലെന്ന് പറയുന്നത്. എന്ത് പരിപാടി ഇതൊക്കെ? സാറ്, ഞാൻ ആരോടും ഗിഫ്റ്റ് ചോദിച്ചിട്ടില്ല. ആരോടും ഞാൻ എന്റെ ബർത്ത്ഡേയും പറഞ്ഞിട്ടില്ല. അല്ല, ഈ ടീച്ചർ ഗിഫ്റ്റ് ചോദിച്ചില്ല, പക്ഷെ എന്ന് കരുതിയിട്ട് ടീച്ചർക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന് തരുമ്പോ അത് വാങ്ങാതിരുന്നൂടെ? സാറ്, പിള്ളേര് സ്നേഹത്തിൽ തരുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ സാറേ? എന്റെ ടീച്ചറുടെ പിറന്നാൾ എങ്ങനെയാണ് ഈ 2 ദിവസം മുമ്പ് ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും അറിയുന്നത്? അത് അറിഞ്ഞത് കൊണ്ടല്ലേ ഇങ്ങനെ? അത് ആരോടും പറയാതെ ആ പിറന്നാൾ ദിവസം കുട്ടികൾക്ക് വല്ല ലഡോ ജിലേബിയോ ടീച്ചർ കൊടുത്തിരുന്നെങ്കിൽ കുട്ടികൾക്ക് മൊത്തം സന്തോഷമാകുമായിരുന്നില്ലേ? പിന്നെ ടീച്ചറെ ഒന്ന് നോക്കുമ്പോ ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം പല തുറകളിൽ നിന്ന് വരുന്ന ആ കുട്ടികളാണ്. അതെ. ഇപ്പോ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കുട്ടികളുണ്ടാവും, അപ്പൊ അതിന് കഴിവില്ലാത്ത കുട്ടികളുണ്ടാവും. അപ്പൊ കഴിവുള്ള കുട്ടികൾ അത് കൊടുക്കുന്നത് കാണുമ്പോൾ ഈ കഴിവില്ലാത്ത കുട്ടികൾക്ക് ഒരു വിഷമം വരും. അത് മാഷ് പറഞ്ഞത് ശരിയായി. സമ്പന്നരായ രക്ഷകർത്താക്കളുടെ കുട്ടികള് ആ കുട്ടികൾക്ക് ടീച്ചറുടെ ഒരു പ്രത്യേക സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ തരും. ടീച്ചർമാരും അങ്ങനെ സമ്മാനങ്ങൾ കിട്ടുന്ന കുട്ടികളോട് ഒരു പ്രത്യേക സിമ്പതി കാണിക്കും. അത് ഈ പാവപ്പെട്ട കുട്ടികൾക്ക് കാണുമ്പോൾ സഹിക്കില്ല. അപ്പൊ അവർക്ക് ഒരു പാരിതോഷികം കൊടുക്കാനില്ലെങ്കിൽ അവര് വീട്ടിലെ മാതാപിതാക്കളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് ശരിയാണ് സാറേ. കുട്ടിയോട് എങ്ങനെയാണ് ചോദിക്കാൻ ഒരു മനസ്സ് വരുന്നത് ആലോചിക്കുന്നത്. നിസാറിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. മാഷേ, കുറെ കാലമായിട്ട് കുളത്തിൽ ചൂണ്ടിട്ടോണ്ടിരിക്കുക, ഒന്നും പിടിക്കാത്തോണ്ട് പറയണതല്ലേ. ഒട്ടും മോശമൊന്നല്ലാരും. നമ്മുടെ KER ചട്ടപ്രകാരം വിദ്യാലയങ്ങളിലെ അധ്യാപകര് വിദ്യാർത്ഥികളിൽ നിന്ന് സമ്മാനം വാങ്ങാൻ പാടില്ല. അത് നിരോധിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വിദ്യാലയത്തിലെ ഒരു അധ്യാപകരും ഒരു സമ്മാനം വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങാൻ പാടില്ല. മാത്രല്ല, ഈ സമ്മാനങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിൽ കൈക്കൂലിയാണല്ലോ. വളരെ കറക്റ്റാണ്. സത്യം മാഷെ കണ്ടുപിടിക്കുക. മാഷ് ഇത്ര കാലം ഈ വിദ്യാലയത്തിൽ സേവനം ചെയ്യുന്ന ആളാണ്. ഇന്ന് വരെ മാഷെ കുറിച്ചിട്ട് ആരെങ്കിലും ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വിദ്യാലയത്തിന് തന്നെ സത്യശീലൻ മാഷ് ഒരു മാതൃകയാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ആ മാഷയുടെ പാത പിന്തുടരുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ ഇനി ആരും വിദ്യാർത്ഥികളിൽ നിന്ന് സമ്മാനങ്ങൾ മേടിക്കരുത്. മേടിച്ചത് തിരിച്ചു കൊടുത്ത ടീച്ചറെ. അല്ല, അത് വേണ്ട. പറ്റിയത് പറ്റി. ഇനി മേലെ ആവർത്തിക്കാതിരുന്നാ മതി. അപ്പൊ എല്ലാരും പൊക്കോളും. ശരി, വേണ്ട പോലെ പറഞ്ഞു. ശരി. സത്യമാസേ, എന്താ ഞങ്ങളെ മീറ്റിംഗ് കഴിയാൻ വേണ്ടി കാത്തിക്കേനി. എല്ലാരും ഉണ്ടല്ലോ. ഇതൊന്ന് വായിച്ചു നോക്കി. ഇതൊന്ന് നോക്കി നിങ്ങൾ. എന്താ സാധനം അത്? ഇത് പ്രോഗ്രസ് കാർഡല്ലേ? അല്ലേ? അതെ. എന്തായാലും നിലവാരോ? മോൻ എല്ലാരും തോറ്റിട്ടുണ്ട്. തോറ്റുണ്ട് അല്ലേ? ഇങ്ങനെ തോക്കല് മാസേ. അല്ല, ഇങ്ങനെ തോക്കൽ. നിങ്ങളെല്ലാം ഓനെ പഠിപ്പിക്കണത്? പഠിക്കണില്ലേ? പഠിക്കില്ലേ? അത് ശരി. നിങ്ങൾ പീഡിയയിൽ വന്ന് ഓസിന് മീൻ കൊണ്ടുപോകുമ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കലുണ്ട്, എന്റെ മോൻ എങ്ങനെയുണ്ട്, പഠിത്തത്തിൽ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ എന്താ പറയല്? സാറായിട്ട് പഠിക്കണ്ടോ, ഭാവിയിൽ പൈലറ്റ് ആവുന്നു. ഈ മാർക്കോണ്ട് ഓൻ എങ്ങനെ പൈലറ്റ് ആവാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നമ്മളിപ്പോ എല്ലാ കുട്ടികളെയും നമ്മൾ ഒരേപോലെയാണ് പഠിപ്പിക്കുന്നത്.
പക്ഷെ ഇയാള് ലേശം പഠിക്കാൻ മോശമാണ് അത്രേ ഉള്ളൂ. പക്ഷെ അയാൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, നന്നാവുന്നുണ്ട്. എന്ത് പ്രോഗ്രസ് ഞങ്ങൾ പറഞ്ഞു? ഓരോ മാർക്കിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ വരട്ടില്ലെങ്കിൽ 10 മേലെ മാർക്ക് ഉണ്ടോ അതിന്റെ അകത്ത് നോക്കി. തോൽവി വിജയത്തിന്റെ ഒരു ചവിട്ടുകൂടി. നിങ്ങൾ മിണ്ടായിരുന്നോ? ഞാൻ മുമ്പ് സംസാരിക്കാൻ നിങ്ങൾ അവനെ പഠിപ്പിക്കില്ലല്ലോ. അതെ, അയാള് വരും മുമ്പ് ഇത്രയും മാർക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഇനി വലിയ വർത്താനൊന്നും പറയണ്ട. എന്റെ മോന്റെ മാസാന്ന് പറഞ്ഞ് ഉളുപ്പില്ലാണ്ട് എന്റെ പീഡന്ന് മുന്തിയ മീനും കൊണ്ടുപോയി നക്കിയിട്ട് ഇപ്പൊ അവനെ തോപ്പിച്ചിട്ട് നിങ്ങൾ പ്രസവിക്കാനുണ്ട് അല്ലേ? ഇനി മേല് നിന്റെ പീടിന്റെ അയലത്തേക്ക് നിങ്ങൾ വരരുത് കേട്ടോ. എന്റെ സ്വഭാവം മാറും. അവർ തന്നേക്ക് അത് മാസം മാറാൻ പോലെ വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കോട്ടെ നിങ്ങൾക്ക്. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.